ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ടിന്റെ പുതിയ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ഇത്ര കാലം നമുക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു. ഇപ്പോൾ ആക്ച്വലി നമുക്കിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ട് SBI കാർഡ്സ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ തന്നെ SBI കാർഡ് ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ആവാൻ പോവാണ്. ഓൾറെഡി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്ലൈ സംഭവമൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിന്റെ ആപ്പിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് ചാനൽസും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി വീട്ടിലേക്ക് പോകണ വഴിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കാറിലെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് 7.5% ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമുക്കിത് ഇതിൻ്റെ എന്താ പറയുക ഫീസും കാര്യങ്ങളൊക്കെ കാര്യം പറയാം. ആനുവൽ ഫീസും ജോയിനിങ് ഫീസും 499 രൂപ പ്ലസ് GST തന്നെയാണ്. നമ്മുടെ പഴയ ഫ്ലിപ്കാർട്ടിൻ്റെ നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ അതേ സംഭവം തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാഷ് ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ 5% ക്യാഷ് ബാക്ക്, ക്വാർട്ടർലി ക്യാഷ് ബാക്ക് ലിമിറ്റ് 4000 രൂപയാണ്. ക്ലിയർ ട്രിപ്പിലാണെങ്കിൽ 5%, ക്വാർട്ടർലിയും ക്യാഷ് ബാക്ക് ലിമിറ്റ് 4000 രൂപ തന്നെയാണ്. അത് ക്യാപ്പിംഗ് ആണ് കേട്ടോ. മിന്ത്രയിലാണെങ്കിൽ 7.5% വരുന്നുണ്ട്. എന്താ വെച്ചാൽ അവർ ഓൾറെഡി മിന്ത്ര ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ഉണ്ടായിരുന്നു, അത് നിർത്തി കോട്ടക്കിൻ്റെ. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് ഉണ്ടായിരുന്നു അത്. അതിന് പകരം എന്നിട്ട് അവർ എന്താ പറയുക ലീഗ് ക്രെഡിറ്റ് കാർഡ് ഇറക്കി എനിക്ക് അതിന് പകരം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിന്ത്രേൻ്റെ ആ 7.5% ആയിരുന്നു മിന്ത്ര ക്രെഡിറ്റ് കാർഡും ഉണ്ടായിരുന്നത്. അത് ആക്ച്വലി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് അവരിത് ക്ലോസ് ചെയ്തത്. പിന്നെ സൊമാറ്റോ, ഊബർ, നെറ്റ്മെറ്റ്സ്, PVR അതിലൊക്കെ നമുക്ക് 4% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ അതർ എലിജിബിൾ സ്പെൻസിനും 1% ആണ് ക്യാഷ് ബാക്ക്. അൺലിമിറ്റഡ് ക്യാപ്പിംഗ് ഒന്നും ഇല്ലാണ്ടാണ്, നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ക്യാഷ് ബാക്കിന് എന്തൊക്കെ എക്സ്ക്ലൂഷൻസ് വരുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ ഫ്യൂൽ പർച്ചേസിന് ഇല്ല, വാലറ്റ് റീലോഡിങ് ചെയ്യുമ്പോൾ ഇല്ല, ഗിഫ്റ്റ് പ്രീപെയ്ഡ് കാർഡ് ലോഡിംഗ് ഇല്ല, വൗച്ചേഴ്സിന് ഇല്ല, ക്യാഷ് അഡ്വാൻസിന് ഇല്ല, പേയ്മെന്റ്സ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, പേയ്മെന്റ് ഓഫ് കാർഡ് ഫീസ് അങ്ങനെ സംഭവത്തിനൊന്നും ഇല്ല, റെന്റൽ ആൻഡ് ഗവൺമെന്റ് റെന്റൽ ട്രാൻസാക്ഷനൊന്നും ഇല്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ്സ്, ജ്വല്ലറി പർച്ചേസ്, ഇൻഷുറൻസ് പ്രീമിയം അടക്കൽ, ഗെയിമിംഗ് ട്രാൻസാക്ഷൻ, EMI ഇതിനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിവാർഡ് റേറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഈ കാർഡ് കാണാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് നമ്മൾ ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് എൻ്റെ പ്രൈമറി കാർഡ് SBIയുടെ അതാണ്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സെൻട്രലായിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ലോഗോവും ആ കളർ കുറച്ച് ഒരു ഡാർക്ക് ബ്ലൂ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് ഈ പടം കാലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, അപ്ലൈ ചെയ്ത ഇനീഷ്യലി നമ്മുടെ ഈ ഓഫർ ടൈമിൽ ഇത് അപ്ലൈ ഓപ്ഷൻ വരും നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ബോണസ് വോച്ചറായിട്ട് 1000 രൂപയുടെ ബോണസ് വോച്ചർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതായത് എ ലിമിറ്റഡ് ടൈം ഓഫർ ദോസ് ഹു സക്സസ്ഫുള്ളി അപ്ലൈ ആൻഡ് ഗെറ്റ് അപ്രൂവ് ഫോർ ന്യൂ SBI കാർഡ് വിൽ ബി എലിജിബിൾ ഫോർ ബോണസ് വോച്ചേഴ്സ് വർത്ത് ₹1000 അല്ലെങ്കിൽ 500 ഈച്ച് ഫ്രം ഫ്ലിപ്കാർട്ട് ആൻഡ് ക്ലിയർ ട്രിപ്പ്. അപ്പോൾ 2-3 പട്ടികൾ മുമ്പിലൊന്നും കണ്ടതാണ് ഞാൻ നോക്കിയതിട്ടാ, നാടൻ പട്ടികളെ. അപ്പോൾ എന്താ വെച്ചാൽ റോഡ് നമ്മളെ ഈ സൈഡിലാണല്ലോ അവന്മാർ നടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അതായിരിക്കും വണ്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാണാനൊക്കെ കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നൊരു. ഞാൻ ആക്ച്വലി എനിക്ക് ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് പണ്ട് എടുത്തിട്ട് ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തായിരുന്നു. എനിക്ക് ആദ്യം ലൈഫ് ടൈം ഫ്രീ ഓഫറിൽ നിന്ന് കാണിച്ചിട്ട്, പക്ഷേ കാർഡ് വന്നപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാനത് ക്ലോസ് ചെയ്തു. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഫ്ലിപ്കാർട്ടാണ് ഉപയോഗിക്കൽ ഭയങ്കര കുറവാണ്. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അത് ഞാൻ ഉപയോഗിക്കൽ ഭയങ്കര കുറവാണ്. പിന്നെ ഡ്രസ്സും അങ്ങനത്തെ വല്ല സംഭവങ്ങളൊക്കെ, ഫാഷൻ ഐറ്റംസ്, ഷൂസുകൾ അങ്ങനത്തെ ഒക്കെ വല്ല എടുത്താലായി ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അല്ലാണ്ട് ബാക്കി വില കൂടിയ ഐറ്റംസ് ഒന്നും ഞാൻ ആ ഏരിയയ്ക്ക് പോകാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്തത്. എന്ന് വെച്ചാൽ യൂസേജ് വരില്ലല്ലോ, ഫ്ലിപ്കാർട്ടിലാണ് മെയിൻ യൂസ് ചെയ്തത്. ഇത് പക്ഷേ കുഴപ്പമില്ല, വലിയ മിന്ത്ര ഞാൻ ഉപയോഗിക്കാറില്ല, അത് വേറെ കാര്യം. പിന്നെ അതിലാകെ അത്യാവശ്യം കുഴപ്പമില്ലാതെന്ന് പറയുന്നത് 1% ക്യാഷ് ബാക്ക് അതർ എലിജിബിൾ സ്പെൻസിൽ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും പോകാറില്ല. എനിക്ക് വലിയ യൂസ് ഒന്നും ഇല്ല, പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ ഫ്ലിപ്കാർട്ട് SBI ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ നോക്കാൻ മറക്കണ്ട. ajnb.banksupport.in എന്നാണ്. നിങ്ങൾക്ക് അതുകൂടെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടോ. നിങ്ങൾക്ക് റെഫറൽ ലിങ്ക് ത്രൂ ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ മാസം അത്യാവശ്യം അപ്രൂവൽ റേറ്റ് കൂടുതലുള്ള കുറച്ച് കാർഡുകളുടെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാം. അടുത്ത വീട്ടിലാണ്.